ആഗ്രഹിക്കുന്നത്. കൃഷ്ണൻ നായർ സാറിന്റെ എല്ലാ സിനിമകളും എല്ലാം വിജയകരമായിരുന്നോ എന്ന് ചോദിച്ചാൽ എല്ലാം പൂർണ്ണമായ വിജയം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭൂരിപക്ഷ സിനിമകളും വിജയം കൈവരിച്ച അല്ലെങ്കിൽ കലാപരമായി മേന്മ പുലർത്തിയ സിനിമകളാണ്. അത് മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിൽ 100ഓളം ചലച്ചിത്രങ്ങൾ, അതുമാത്രമല്ല തമിഴിലെ ചലച്ചിത്രങ്ങൾ, അതുപോലെ തന്നെ തെലുങ്കിലെ ചലച്ചിത്രങ്ങൾ അതിമനോഹരമായിട്ട് സിനിമയെ കൊത്തിവെക്കുന്നതിലുള്ള പ്രാഗൽഭ്യം, അതുപോലെ തന്നെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലൊക്കെ ശ്രീമാൻ തമ്പി സാർ അതിൽ പറയുന്നുണ്ട്, 1 ലക്ഷം രൂപയാണ് കുപ്പായത്തിന്റെ പ്രൊഡ്യൂസർ അതിനുവേണ്ടി പറയുന്നത്. അതിൽ കൃത്യമായി അത് തീർത്തു കൊടുക്കുക എന്ന് പറയുന്നതിന്റെ കൃത്യനിഷ്ഠത, അതുപോലെ തന്നെ വെർസറ്റൈലായിട്ട് എല്ലാ കഥകളെയും സമീപിക്കുകയും അതിനെ മനോഹരമായി ചേർത്ത് മലയാള സിനിമയിലേക്ക് വിജയകരമാക്കി ചേർത്ത് വെക്കുകയും ചെയ്യാനുള്ള സിദ്ധി, ഇതൊക്കെ ചേർത്ത് ഉള്ളതിനൊപ്പം തന്നെ തൻ്റെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള വലിയ ഹൃദയവിശാലത. അതിന് മധുസാർ പറയുന്നുണ്ട്, മധുസാർ പറഞ്ഞു കൂടെയുള്ളവരെ ഒക്കെ സംവിധായകരാക്കി തീർക്കണം എന്ന് പറയുന്ന ഒരു വലിയ മനസ്സ്. അതുപോലെ തന്നെ ഇന്നലെ മധുസാറിന്റെ വീട്ടിൽ ജയകുമാർ സാറിനും രാമേന്ദ്രേട്ടനും ഒക്കെ കൂടെ അവിടെ ഈ പുരസ്കാരം നൽകാൻ പോയപ്പോൾ മീഡിയക്ക് മുന്നിൽ സംസാരിക്കുന്നതിന് മുന്നേ മധുസാർ പറഞ്ഞു, ഇത്രയും കൃത്യതയോടുകൂടി മനുഷ്യരെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ നമ്മളെയൊക്കെ ഗൈഡ് ചെയ്യുന്നത്, ഈ സിനിമാ സംവിധാനം പോലെ തന്നെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്നതിലും ഇത്രത്തോളം മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മധുസാർ പറയുമ്പോൾ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന മനുഷ്യന്റെ വലുപ്പം നമുക്ക് മനസ്സിലാകും. ആ വലിയ സർഗപ്രതിഭ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് അടയാളപ്പെടുത്തിയ ചലച്ചിത്രങ്ങൾ കാലത്ത്